ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഴയെല്ലാം ഒന്ന് കുറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? നമുക്കിവിടെ ചെറുതായിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെയ്യാറുമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കും മഴയും വെയിലും മാറി മാറി വരുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ പ്ലാന്റുകളെല്ലാം കേടായി പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഒത്തിരി പ്രാവശ്യം ഞാൻ മണ്ണും എല്ലാം മാറ്റി ടബ് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. വീണ്ടും വീണ്ടും ഇതുപോലെ പായലും വെള്ളം കറുത്തിട്ടും അങ്ങനെ വരുന്നു. ഇന്നിപ്പോൾ ഇതാണ് ജോലി. എല്ലാം മാറ്റി ഒന്നേന്ന് മണ്ണും മാറ്റി എല്ലാം ചെയ്യുവാണ്. ഇവിടെ എത്രയോ ടബുകളിൽ മണ്ണ് ഞങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതും ഇനി സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതും മാറ്റി ടബ് ക്ലീൻ ചെയ്ത് വേണം വയ്ക്കാനായിട്ട്. ഒത്തിരി നല്ല വെറൈറ്റികളാണ് പോയത്. കണ്ടോ, വൈറ്റ് ഫാൻറ്റസി ആയിരുന്നു, അത് നല്ലൊരു വലിയ ട്യൂബറായിരുന്നു, അത് പോയി. അങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് എനിക്കിപ്പോൾ ഈ മഴയും വെയിലും വന്നത് കാരണം പോയി. കൂടുതലും മൊസൈക്ക് രോഗവും ഉണ്ട്. അതിനപ്പുറം നമുക്ക് പായൽ കൊണ്ട് ഇതുപോലെ പായൽ നിങ്ങൾക്കൊക്കെ കാണും. ഒത്തിരി പേര് എനിക്ക് സംശയം ചോദിക്കാറുണ്ടായിരുന്നേ. അപ്പം നമ്മൾ പേഴ്സണലായിട്ട് പറയുന്നതിനേക്കാളിലും ഒരു വീഡിയോ ഇട്ടാൽ ഇതുപോലെയാണ് പായൽ. ഇതുപോലെ പായൽ വന്നാൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. പക്ഷേ ഇതിലൊക്കെ വന്നിരിക്കുന്ന പായലെന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാനേ പറ്റത്തില്ല. കണ്ട, എടുക്കാൻ പറ്റാതെ ആ വെള്ളവും കറുത്ത് ഇതായി പോവും. അപ്പം നമ്മുടെ പ്ലാന്റ് അങ്ങ് കേടായി പോവും. അതിൻ്റെ തണ്ടുകളെല്ലാം അതിന് ആരോഗ്യമില്ലാതെ ജീവനില്ലാത്ത രീതിക്കായി എല്ലാം പോയി. ഒത്തിരി പ്ലാന്റ്സ് എനിക്ക് പോയി. ഇതുപോലെ നട്ട് വെച്ചതായിരുന്നു. ആ പായൽ പിടിച്ചത് കാരണം ഞാൻ വേറൊരു ടബിലേക്ക് എടുത്തിട്ടതായിരുന്നു. അതും ഇനി പിടിക്കുമെന്നറിയില്ല. മഴയുടെ കോള് വരുന്നു കേട്ടാ, ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒച്ചുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, എല്ലാവരും ഇതൊക്കെ സംശയം ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഈ സംഗതികളെല്ലാം നമുക്കും ഉണ്ട്. നമ്മളും ഇതുപോലെ എടുത്തിട്ട് ഒന്നുകിൽ കൊല്ലും, അല്ലെങ്കിൽ ക്യാബേജിൻ്റെ ഇലയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ വെച്ച് പിടിപ്പിക്കുക. അല്ലാതെ ഞാൻ മരുന്ന് കൊച്ചിനായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എത്ര ചെയ്തിട്ടും പോകുന്നുമില്ല. പിന്നെ പായലും ഉണ്ട്. ഒത്തിരി പ്ലാന്റ്സ് എനിക്ക് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇനി അതാണ് പണി. കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ആ സെയിൽ വീഡിയോയും കൂടെ ഇടാമെന്ന് വിചാരിക്കുന്നു. കുറച്ചേ ഉള്ളൂ. ഇനി നാളെയൊക്കെ എനിക്ക് കുറച്ച് ട്യൂബേഴ്സ് കൂടെ വരൂ. അപ്പം ഞാൻ ഒന്നുകിൽ ഇന്ന് സെയിൽ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും, വീഡിയോ ലെങ്ത് ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ നാളെ എല്ലാം കൂടി ഒരുമിച്ചിടാമെന്ന് വിചാരിക്കുന്നു. വെയിലുള്ള സമയത്തും ഹസ്ബൻഡ് വീട്ടിൽ നിൽക്കുന്ന ടൈമിലും മാത്രമേ എനിക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റത്തില്ല. കണ്ട, ടബ് താഴെയും കൊണ്ടുപോയി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ തന്നെ 3 ഉണ്ട്. അതാ 4. പിന്നെ ഇതും പറ്റുമെങ്കിൽ മാറ്റണം. പിന്നെ അവിടെയുണ്ട് 4, 1, 5. അതും അവിടെ ഒന്നുണ്ട് 6. 6 ഒരു 10 ടബോളം ഇന്നിപ്പം ഞങ്ങൾ മണ്ണ് കളയാനും ഉണ്ട്, കളഞ്ഞ് വെച്ചേക്കുന്നതാണ് ഇത്രയും. ഇനി പുതിയ മണ്ണ് ടബ് നല്ലവണ്ണം കഴുകി പുതിയ മണ്ണ് ആഡ് ചെയ്ത് വയ്ക്കാനാണ് പോകുന്നത്. അതുപോലെ നിങ്ങൾ നടുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ കൂടുതലും ചാണകപ്പൊടി ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ചാണകപ്പൊടി ഇല്ലാതെ നട്ട് വയ്ക്കാനാണ് പോകുന്നത്. നട്ട് കഴിഞ്ഞ് പ്ലാന്റ് ഒന്ന് പിടിച്ച് കഴിഞ്ഞ ശേഷം വളമെങ്ങാനും അതിനകത്തേക്ക് കുത്തി ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അതാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇനി എനിക്ക് ടബുകളെടുത്ത് കഴുകാനും മണ്ണിങ്ങനെ എടുത്ത് ഇടാനും എന്നെക്കൊണ്ട് കഴിയില്ല. എപ്പോഴും അതുപോലെ ചെയ്യുന്നെങ്കിൽ ശ്വാസം മുട്ടലൊക്കെ ഉള്ള ഒരാളാണ്. ഷോൾഡർ പെയിൻ ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. ഇപ്പം എത്രയും മാസങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലും കാര്യങ്ങളുമായിട്ട് നടക്കുവാണ്. അപ്പം ഇതെല്ലാം കണ്ടേ, ഇതിൽ നോക്കുവാണെങ്കിൽ എല്ലാത്തിലും ഉണ്ട്. അതുപോലെ ഇഷ്ടംപോലെ പ്രാവശ്യം വെള്ളവും കൂടെ നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കാറുണ്ട് ഇതുപോലുള്ള സംശയങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോണം കേട്ടോ. നിങ്ങളുടേതായ പ്രശ്നം തന്നെ നമുക്കും ഉണ്ട്. അതുപോലെ നിങ്ങളൊക്കെ വാങ്ങുന്നത് 100, 150 കൂടുതലായിപ്പോയാൽ 250-ൻ്റെയൊക്കെ ട്യൂബേഴ്സ് ആയിരിക്കും. നമ്മൾ ഈ 1000, 1500, 2000, 2500 രൂപയുടെ റണ്ണറൊക്കെയാണ് വാങ്ങി വെച്ചിട്ട് ചീത്തയായി പോയിട്ടുള്ളത്. അപ്പം നമുക്ക് പ്ലാന്റ്സ് ചീത്തയാവുന്നത് നമ്മൾ വാങ്ങുന്ന ആളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ നമ്മുടെ മണ്ണ്, അല്ലെങ്കിൽ വളം, അല്ലെങ്കിൽ കാലാവസ്ഥ, അങ്ങനെ എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കും അപ്പം നമ്മുടെ പ്ലാന്റ് കേടായി പോകുന്നത്. അത് നമ്മൾ തരുന്നതിൻ്റെ കുറ്റമോ അങ്ങനെ ഒന്നും അല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടേതായ പ്രശ്നങ്ങൾ. നമുക്ക് കാഠിന്യം കൂടുതലാണ്. നമ്മുടെ റേറ്റ് ഒരുപാട് കൂടുതൽ കൊടുത്താണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വയ്ക്കുന്നത്.
അത് തന്നെ കേടായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കൂടിയ വെറൈറ്റീസ് നമ്മൾ വാങ്ങി വെച്ചിട്ടാണ് സെയിലും കൂടെ ചെയ്യുന്നത്. എനിക്ക് ഇവിടെയുള്ള ട്യൂബേഴ്സും കൂടെ സെയിലിന് തികയാത്തത് കൊണ്ടാണ് ഞാൻ റീസെയിലും കൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിലും നമുക്ക് ചെറുതായിട്ടൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് സെയിൽ ചെയ്യാൻ തരുന്നവർ ഉണ്ടെങ്കിൽ ഉള്ളവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ID നല്ലവണ്ണം കൺഫേം ആയത് മാത്രം തന്ന് സെയിൽ ചെയ്യാനായിട്ട് പറയുക. നമുക്ക് അത് നമ്മുടെ ചാനലിനെ നല്ലവണ്ണം ബാധിക്കും. അങ്ങനെയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടിയ വെറൈറ്റീസ് ആയാലും ഏതായാലും ഈ 4 സെൻറ്റിലും ഞാൻ ഇത്രയും വാങ്ങി വയ്ക്കുന്നതിൻ്റെ കാര്യം തന്നെയും എനിക്ക് റീസെയിലൊന്ന് നിർത്താൻ വേണ്ടിയാണ്. പക്ഷേ നിർത്താൻ വേണ്ടി ചെയ്താലും നമുക്ക് ഫ്ലവറിങ് മാത്രമാണ് കൂടുതലായിട്ട് വരുന്നത്. ട്യൂബേഴ്സ് വലുതായിട്ട് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റീസെയിൽ, എന്നാലും ഒത്തിരി ഞാൻ റീസെയിൽ ഞാൻ കുറച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അല്പമെങ്കിലും നമുക്ക് ID തെറ്റാതെ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ സെയിലിനായിട്ട് എടുക്കുന്നുള്ളൂ. ഇത് കണ്ട ലാവണ്യ എന്നുള്ള പുതിയ വെറൈറ്റിയാണ്. അതൊരല്പം ഭേദമില്ലാതെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയ സാധനങ്ങളാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോണേ. പേഴ്സണലായിട്ട് മെസ്സേജ് ഇടേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ രീതിക്കുള്ള വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് നടുന്നത് എല്ലാം. അപ്പോൾ ഒരാളുടെ വീഡിയോ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എല്ലാം കാണാൻ കഴിയും. ഇന്ന വെറൈറ്റിയുടെ ട്യൂബർ ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്കത് ഫ്ലവർ ചെയ്തതാണോ എന്നെല്ലാം നമുക്ക് ഇതിനകത്ത് നോക്കാൻ കഴിയും. ഞാൻ റീസെയിൽ മാത്രം ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഞാൻ വീട്ടിലും ഇഷ്ടം പോലെ വച്ച് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങളിതൊന്ന് നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ എല്ലാ രീതിയിലുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മഴയും വെയിലും കൂടെ നമുക്ക് മാറി മാറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സ് കുറച്ചൊക്കെ കേടായി പോവും. അത് മനുഷ്യൻ്റെ കാര്യമായാലും അതുപോലെ തന്നെയല്ലോ, എന്നും ഒരുപോലെ ഇരിക്കത്തില്ല. നമുക്കും പല പല അസുഖങ്ങൾ വരത്തില്ലേ ഓരോ ക്ലൈമറ്റിനനുസരിച്ച്. അതുപോലെ നമ്മുടെ പ്ലാന്റ്സിനും ക്ലൈമറ്റിനനുസരിച്ചും ഓരോ മണ്ണിൻ്റെയും നമ്മൾ ചേർക്കുന്ന വളത്തിൻ്റെയും കാര്യത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടങ്ങളൊക്കെ വരും. അതൊക്കെ സ്വാഭാവികം തന്നെയാണ്. ഓരോ ബിസിനസ്സും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുകയും ചെയ്യുന്നത് എല്ലാത്തിലും ഒരു നഷ്ടവും ലാഭവും എല്ലാം വരാറുണ്ട്. ചീത്തയാവുകയും ചെയ്യും, ചിലത് നന്നായിട്ട് പിടിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് കണ്ട നമ്മുടെ വൈറ്റ് പിയോണിയാണ്. അത് ചെറിയ, നമുക്ക് സ്ഥലമില്ലെങ്കിൽ പോലും നമുക്ക് വയ്ക്കാം. ചെറിയ ചെടിച്ചട്ടിക്കകത്താണ് ഞാൻ വെച്ചേക്കുന്നത്. എത്ര ബഡ് വന്നിട്ടുണ്ട്. ഒത്തിരി ബഡ് വന്നില്ലെങ്കിൽ നമുക്ക് സ്പേസ് ഇല്ലെങ്കിലും കാണാം. 1 2 റീപോർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ വെച്ചതാണ് കേട്ടോ 2. ഇത് 3ാമത്തെ ഫ്ലവറാണ് കേട്ടോ. അതുപോലെ ഇത് അൺകട്ട എന്ന വെറൈറ്റിയാണ്. ഫ്ലോട്ടിംഗ് ലീഫും ഒരു സ്റ്റാൻഡിങ് ലീഫും വന്നപ്പോൾ തന്നെ നമുക്ക് ഒരു ബഡ് വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എൻ്റെ ഗാർഡൻ ഒരുപാട് പേര് കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും എനിക്ക് ഇടും, ഞാൻ വീഡിയോ ഇടും. അല്ലാതെ നമുക്ക് കൂടുതലായിട്ട് വേറെ ചെയ്യാനായിട്ടൊന്നും ഇല്ലല്ലോ. ഇടയ്ക്കിടയ്ക്കാണ് ഞാൻ തയ്ക്കുന്നതിൻ്റെയും സോപ്പ് ചെയ്യുന്നതിൻ്റെയും അങ്ങനെ മാറി മാറി ഇടുന്നത്. എന്നും നമുക്ക് ചെടിയുടെ തന്നെ ഇടാനായിട്ട് കാണത്തില്ലല്ലോ ഒരുപാട് പ്രാവശ്യമൊന്നും. കുറച്ച് സെയിൽ വീഡിയോ കാണും, പിന്നെ അല്ലാതെ വേറെ ഒന്നും കാണത്തില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റിയിട്ട് പായലൊക്കെ ഒന്ന് നീറ്റായിട്ട് എടുത്തിട്ട് ഒച്ചുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് എടുത്ത് തറയിലിട്ടിട്ട് ഇതുപോലെ അങ്ങ് ചവിട്ടി കൊന്നാൽ മതി. അങ്ങനെയൊക്കെ ചെയ്യുക. ഇതെല്ലാം മഞ്ഞ കളർ കണ്ടോ, അതാണ്. ഇത് കല്യാണി എന്നുള്ള വെറൈറ്റിയാണ്. റണ്ണർ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതാ ഒരു റണ്ണറുണ്ട്, അതിങ്ങനെ കിടപ്പുണ്ട്. ഞാനിങ്ങനെ സമയമുള്ള സമയത്തൊക്കെ വന്ന് ഇതെല്ലാം ഇങ്ങനെ നുള്ളിപ്പറക്കിയൊക്കെ ഇങ്ങനെയൊക്കെ കളയാറുണ്ട്. ഇത് നമ്മുടെ സെറയാണ്. സെറയിലൊരു ബഡ് വന്നത് കണ്ടല്ലോ, നല്ല വലിയ ബഡായിരുന്നു. ഇത് ഇനി മാറ്റാനായിട്ട് വെച്ചേക്കുവാണ്. നമ്മൾ ഇത് കാണുമ്പോൾ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഞാൻ ചെടി അങ്ങ് നട്ട് കഴിയുമ്പോൾ അതങ്ങ് കൂടുതലായിട്ടും ഇതാവുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും കണ്ടോ മുസൈക്ക് രോഗം കൂടെ വന്നിട്ട് ഞാൻ കൂടുതലും ലീഫെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കയറാൻ പറ്റാത്ത കാരണമാണ്. ഇത് അവിടെയൊക്കെ 1-2 എണ്ണത്തിലൊക്കെ നിൽപ്പുണ്ട്. എന്ന് വെച്ചാൽ ഇടയ്ക്ക് മഴ സമയത്ത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് കാല് വയ്ക്കാനായിട്ട് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തെന്നി മറിഞ്ഞ് ആ താമരപ്പോടിനകത്ത് തന്നെ വീണ് പോവും. അത് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് വേണ്ട ചിൽഹുഡ് എന്നുള്ള വെറൈറ്റിയാണ്. ഇത് കുടമുല്ല ഒരു ബഡ് വന്ന് നിൽപ്പുണ്ട്.
അപ്പം ഇത്രയൊക്കെയാണ് വീഡിയോ. അപ്പം ഇനി ഇപ്പോൾ സെയിൽ വീഡിയോ ഇപ്പോൾ ഇടാനായിട്ട് കഴിയില്ല, നല്ല വീഡിയോ ലെങ്തായി പോകണം. അപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കുന്നു നാളെ അല്ലെങ്കിൽ ട്യൂസ്ഡേ എനിക്ക് ട്യൂബേഴ്സ് എത്തും. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നാളെ ഇടും. എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോഴേ ചെയ്യാം. ഇതിപ്പം വീഡിയോ നല്ല ലെങ്തായി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കഴിവതും കാണാനായിട്ട് ശ്രമിക്കണേ. എന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുമ്പോൾ എല്ലാവർക്കും എപ്പോഴും നമ്മളിടണ്ടേ, അതുകൊണ്ട് ഈ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ കൊച്ചു ഗാർഡനും എൻ്റെ കൊച്ചു ഈ വീഡിയോയും ഇഷ്ടമായവർ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.